ഈ വേദന ഇല്ലാത്തെന്ന് പറയുമ്പോൾ തന്നെ പലപ്പോഴും പോട്ടെ സാരല്ല വേദന ഇല്ലല്ലോ എന്ന് വിചാരിക്കാം. അപ്പോൾ എല്ലാ മുഴകളും അങ്ങനെയാണോ? മോസ്റ്റ് കോമൺ സിംറ്റം ഈ വേദന ഇല്ലാത്ത മുഴയാണ്. അവർ പലപ്പോഴും പറയും കുളിക്കുമ്പോഴായിട്ട് ശ്രദ്ധിച്ചതാണ് ഡോക്ടർ. വേദന ഇല്ലാത്തത് കാരണം പല ആൾക്കാരും ഒ പിയിലേക്ക് വരുന്നത് ലേറ്റ് ആയിട്ടായിരിക്കും. പക്ഷേ വേദന ഇല്ലാത്ത മുഴയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന രോഗലക്ഷണം, വേദന ഇല്ലാത്ത മുഴ. പക്ഷെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ വേദന ഇല്ലാത്ത മുഴയും ബ്രസ്റ്റ് ക്യാൻസർ അല്ല. ആ ഒരു കാര്യം മനസ്സിലാക്കണം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു കുറച്ച് ഏജ് ഉള്ള ആൾക്കാരിലൊക്കെ തന്നെ 40 ഇയേഴ്സിനൊക്കെ ശേഷം ഇതുപോലെ ഒരു വേദനയില്ലാത്ത മുഴ വരുന്നു, അതിൻ്റെ സൈസ് കൂടുന്നു. അങ്ങനെ വരുമ്പോൾ എപ്പോഴും ഡോക്ടറിനെ കാണിക്കണം. അങ്ങനെ ഒരു മുഴ കണ്ടാൽ ചെറുപ്പക്കാരാണെങ്കിൽ പോലും കാണിക്കണം. ബിക്കോസ് അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ നിപ്പിൾ ഡിസ്ചാർജ് ഒരു ബ്രസ്റ്റ് ക്യാൻസറുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലക്ഷണമാണ്. ഈ പല കാരണത്താൽ നിപ്പിൾ ഡിസ്ചാർജ് വരാം. പക്ഷേ ഒരു ബ്രസ്റ്റിൽ നിന്ന് മാത്രം വരുന്ന ബ്ലഡ് സ്റ്റെയിൻഡ് ആയിട്ടുള്ള രക്തക്കറയുള്ള നിപ്പിൾ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ശ്രദ്ധിക്കണം. കക്ഷത്തുള്ള മുഴകളായിട്ട് വരാം. പിന്നെ ഡെഫിനറ്റ്ലി ഈ ക്യാൻസർ സെൽസിന് എവിടെ വേണമെങ്കിലും സാറ് പറഞ്ഞ പോലെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സിംറ്റംസും വരാം. പെയിൻലെസ് ബ്രസ്റ്റ് ലംബാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പെയിൻലെസ് ആണ്, അതൊന്നും പറഞ്ഞ് ഒ പിയിൽ വരാതിരിക്കരുത്. പിന്നെ ഓഫ് കോഴ്സ് കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വേദന വരാം. കുറച്ചുകൂടെ വലിയ മുഴയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചുറ്റും ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ വേദന വരാം. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് വേദനയില്ലാത്ത മുഴ. സാർ പറഞ്ഞു വേദന ഇല്ലാത്ത മുഴകളെന്ന്